Hi dear students, I am Lily Soju. Subject is economics. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. നമ്മുടെ എക്കോണമിയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. എക്കോണമിയിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഫസ്റ്റ്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ് ടു പ്രൊഡ്യൂസ്. സെക്കൻഡ്, ഹൗ ടു പ്രൊഡ്യൂസ്. തേർഡ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പോൾ നമ്മുടെ എക്കോണമിയിലെ, നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ പ്രശ്നങ്ങളെ മെയിനായിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ് ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഇത് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിയേ. ദ ഫാക്ട് ദാറ്റ് റിസോഴ്സസ് ആർ സ്കേഴ്സ്. എന്താണ് റിസോഴ്സസ് എന്ന് പറയുന്നത്? വിഭവങ്ങൾ. വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഒരു ബിസ്ക്കറ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ്? മാൻ ആവശ്യമാണ് അല്ലേ, മെൻ ആവശ്യമാണ്, മെറ്റീരിയൽസ് ആവശ്യമാണ്, അതായത് പൊടി പോലെയുള്ള സാധനങ്ങൾ, മെഷീൻ ആവശ്യമാണ്, മണി ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് എന്തെല്ലാം വസ്തുക്കൾ ആവശ്യമാണ്, അതിനെയാണ് റിസോഴ്സസ് എന്ന് പറയണത്. എന്തെല്ലാം വിഭവങ്ങൾ ആവശ്യമാണ്, അതിനെയാണ് റിസോഴ്സസ് എന്ന് പറയണത്. ഇവിടെ നമ്മളോട് പറഞ്ഞത് ദ ഫാക്ട് ദാറ്റ് റിസോഴ്സസ് ആർ സ്കേഴ്സ്. സ്കേഴ്സ് മീൻസ് ദൗർലഭ്യം. വിഭവങ്ങൾ ദൗർലഭ്യമാണ്, അതായത് നമുക്ക് കണ്ടമാനം ഒന്നും വിഭവങ്ങൾ ഇല്ല. മണിയാണെങ്കിലും ലിമിറ്റഡാണ്, കണ്ടമാനമൊന്നുമില്ല. ലാൻഡ് ആണെങ്കിലും ലിമിറ്റഡാണ്. അപ്പോൾ റിസോഴ്സസ് ആർ സ്കേഴ്സ് ലീഡ്സ് ടു ദ പ്രോബ്ലം വാട്ട് ടു പ്രൊഡ്യൂസ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ അവൈലബിളായ, നമുക്ക് കിട്ടിയിരിക്കുന്ന മണി വെച്ചിട്ട് എന്ത് ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലം, ലാൻഡ് വെച്ചിട്ട് എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുന്ന ആ ഒരു ചോദ്യം നമുക്ക് വരുന്നു. ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ് ടു പ്രൊഡ്യൂസ്, എന്തോരം ഉൽപ്പാദിപ്പിക്കണം. അതാണ് പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ പ്രോബ്ലം. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, അത് എന്തോരം ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ നമ്മൾക്ക് ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് ഹൗ ടു പ്രൊഡ്യൂസ്. അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പം നമ്മൾക്ക് കുറച്ച് ഭൂമിയുണ്ട്, അത് നമ്മൾ വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കും എന്ന്. ഇപ്പോൾ ഭൂമിയുണ്ട്, അതിൽ ഗോതമ്പ് കൃഷി ചെയ്യണോ അതോ നെല്ല് കൃഷി ചെയ്യണോ, വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കണേണ്. അത് വാട്ട് ക്വാണ്ടിറ്റീസ്, അത് എന്തോരം ഉൽപ്പാദിപ്പിക്കണം. ഈ ഭൂമിയിൽ കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു, ആ കൃഷി നെല്ലാണ് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിൽ അത് എന്തോരം ഉൽപ്പാദിപ്പിക്കണം എന്ന ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഓൾറെഡി വരും. അതാണ് ഫസ്റ്റ് പ്രശ്നം. ദെൻ രണ്ടാമത് ഹൗ ടു പ്രൊഡ്യൂസ്, അത് എങ്ങനെ ഞാൻ ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. എങ്ങനെ ഉൽപ്പാദിപ്പിക്കുമെന്ന് ഉദ്ദേശിക്കുന്നത് ചൂസിങ് ദ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ റിലേറ്റഡ് ടു ദ പ്രോബ്ലം ഓഫ് ഹൗ ടു പ്രൊഡ്യൂസ്. ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ ടെക്നിക്ക്, ഏത് ടെക്നിക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏത് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന നെല്ല് കൃഷി ചെയ്യേണ്ടത്. പല മെത്തേഡുണ്ട് നെല്ല് കൃഷി ചെയ്യാനായിട്ട്, പല മെത്തേഡുകളുണ്ട്. അത് നമുക്ക് കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം തന്നെ വേണം മെത്തേഡുകളെ കുറിച്ച് പറയണമെങ്കിൽ. അപ്പം ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഞാൻ നെല്ല് കൃഷി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ ചോദ്യമാണ് രണ്ടാമത്തെ സെൻട്രൽ പ്രോബ്ലം, രണ്ടാമത്തെ പ്രശ്നം. ദെൻ മൂന്നാമത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഞാനിപ്പോൾ നെല്ലാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ ഞാൻ നെല്ല് ഉൽപ്പാദിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഹൗ ടു പ്രൊഡ്യൂസ്, ഞാൻ ഈ പറഞ്ഞ പോലെ
എങ്ങനെ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മാത്രം പോരാ. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ഇത് ഉദ്ദേശിക്കുന്നത് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അതായത് ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ നെല്ല് ഉൽപ്പാദിപ്പിക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ നെല്ല് ഉൽപ്പാദിപ്പിച്ച് ഉൽപ്പന്നമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ചിലവുകൾ അതിന് വേണ്ടി വരും. മെന്നിനാണെങ്കിലും സാലറി കൊടുക്കാൻ പൈസ വേണം, അതുപോലെ റെൻറ്റ് കൊടുക്കാൻ പൈസ വേണം, വേറെ ഏതെങ്കിലും വല്ല ജലസേചന സൗകര്യത്തിന് പൈസ വേണം, അങ്ങനെ ഒരുപാട് അല്ലേ, മെഷീൻസൊക്കെ ഉപയോഗിക്കാൻ പൈസ വേണം, അങ്ങനെ ഒരുപാട് പൈസ വേണ്ടി വരും. ഈ പൈസയെല്ലാം എനിക്ക് ഈ പറയുന്ന നെല്ല് വിറ്റിട്ടാണ് എനിക്ക് ആ പൈസ എല്ലാം റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പം നെല്ല് വിൽക്കുമ്പോൾ എനിക്കുണ്ടായ ചിലവുകളും അതോടൊപ്പം എനിക്ക് കുറച്ച് ലാഭവും കൂടി ചേർത്തിട്ടാണ് വിൽക്കുന്നത്. ആർക്ക് വിൽക്കുന്നത്? ഈ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജനങ്ങൾക്ക്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾസിന് വിൽക്കണത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. ഞാൻ എത്ര വിലയിട്ടാണ് ആളുകൾക്ക് ഈ ഒരു ഉൽപ്പന്നം കൊടുക്കേണ്ടത്, ഇതാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദ പ്രോബ്ലം ഓഫ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് റിലേറ്റ്സ് ടു ഹൗ ദ വാല്യൂ ഓഫ് ദ പ്രോഡക്റ്റ് ഔട്ട്പുട്ട്, എത്ര ഉൽപ്പന്നത്തിന് എത്ര വിലയാണ് ഇടേണ്ടത്, ഓഫ് ആൻ എക്കോണമി ഗെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് എമംഗ്സ് ദ ഡിഫറെൻറ്റ് പീപ്പിൾ, മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എത്ര വിലയിട്ടിട്ടാണ് ഞാൻ കൊടുക്കേണ്ടത്. ഇതാണ് എക്കോണമിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചോദ്യം എന്താണ്? വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. നമ്മുടെ എക്കോണമിയിൽ പ്രധാനപ്പെട്ട സെൻട്രൽ പ്രോബ്ലംസ് 2-3 സെൻട്രൽ പ്രോബ്ലംസ് ആണ്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, സി ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ 3 പ്രോബ്ലങ്ങളെയാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി എന്ന് അറിയപ്പെടുന്നത്. എന്താണ് പറഞ്ഞത്? എന്ത് ഉൽപ്പാദിപ്പിക്കണം, അത് എന്തോരം ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ 3 ചോദ്യങ്ങളെയാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. ഇനി നമുക്ക് ഈ 3 ചോദ്യങ്ങളും എൻ്റെ മനസ്സിൽ വരാൻ കാരണം എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഹൗ ഡു എക്കണോമിക് പ്രോബ്ലം അറൈസ്, എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ എക്കണോമിക് പ്രോബ്ലംസ്, താഴെ പറഞ്ഞ എക്കണോമിക് പ്രോബ്ലം വരാൻ കാരണം എന്താണ്? ഒന്ന്, അൺലിമിറ്റഡ് വാണ്ട്സ്. അൺലിമിറ്റഡ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യങ്ങൾ ഒരുപാടാണ് അല്ലേ, ആവശ്യങ്ങൾ ഒരുപാടാണെങ്കിലും ലിമിറ്റഡ് ആണ് റിസോഴ്സസ്, വിഭവങ്ങൾ എങ്ങനെയാണ്? ദൗർലഭ്യമാണ്. അപ്പം ആവശ്യങ്ങൾ ഒരുപാടാണെന്ന് പറയുമ്പോൾ എനിക്ക് പറഞ്ഞ പോലെ ഭൂമിയുണ്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ലാഭം ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെയൊക്കെ ഒരുപാട്. ഇപ്പോൾ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ ആളുകൾക്കും ആവശ്യം ഒരുപാടാണ്. അപ്പം എന്തായാലും അൺലിമിറ്റഡ് വാണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി ആവശ്യങ്ങളാണ്, കണ്ടമാനം ആവശ്യങ്ങൾ. ഒരു ആവശ്യം തീരുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞു ആളുകൾക്ക്. ദെൻ ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങളാണെങ്കിൽ ദൗർലഭ്യവുമാണ്, ആവശ്യങ്ങൾ കൂടുതലും വിഭവങ്ങൾ കുറവുമാണ്. ഓൾട്ടർനേറ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ്. ദെൻ ഓൾട്ടർനേറ്റീവ് യൂസ് ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വിഭവങ്ങൾ വെച്ചിട്ട് ആൾട്ടർനേറ്റീവ് യൂസസ് എന്ന് പറഞ്ഞാൽ ഇതര ഉപയോഗങ്ങൾ ഉണ്ട്. ഇതര ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉള്ള ഭൂമി വെച്ചിട്ട് എനിക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ അതിനകത്ത് വീട് പണിയാം, കൺസ്ട്രക്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് കൃഷി ചെയ്യാം. അപ്പോൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, അതൊരു ചോയ്സാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറയുന്ന സെൻട്രൽ പ്രോബ്ലംസായ 2-3 ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ വന്നത്. എനിക്ക് ഒരുപാട് ഭൂമി ഉണ്ട് എങ്കിൽ, റിസോഴ്സസ് ലിമിറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യനൊന്നും വരില്ല. വാട്ട് ടു പ്രൊഡ്യൂസ്, അങ്ങനെ വാട്ട് ക്വാണ്ടിറ്റീസ് എന്നൊന്നും വരില്ല അല്ലേ. എനിക്ക് ലിമിറ്റഡാണ് റിസോഴ്സസ്, വിഭവങ്ങൾ, ഭൂമി, പണം, പൈസ ഒക്കെ ദൗർലഭ്യമുള്ള സംഭവമാണ്. അപ്പം അത് നല്ല വിധത്തിൽ ഞാൻ ഉപയോഗിച്ചാൽ മാത്രമേ എനിക്ക് ഈ പറയുന്ന രീതിയിൽ നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഈ പറയുന്ന സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി എന്ന് പറയുന്നത് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ കാരണം ഈ പറയുന്ന വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നൊക്കെ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ടാവണമെങ്കിൽ ആർക്ക് വേണ്ടി എന്ത് ഉൽപ്പാദിപ്പിക്കണം,
എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നൊക്കെ ചോദ്യം വരാൻ കാരണം വിഭവങ്ങൾ ദൗർലഭ്യമാണ്, അതിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ആ വിഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നെല്ല് കൃഷി ചെയ്യാം, അല്ലെങ്കിൽ ഗോതമ്പ് കൃഷി ചെയ്യാം, അല്ലെങ്കിൽ വീട് പണിയാം, അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ വരും എന്തായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ, എനിക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ചോദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടാതെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാം. എന്താണ് വാട്ട് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ? ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടേബിളൊക്കെ വരച്ചിട്ട് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നതിനെയാണ് ഷെഡ്യൂൾ വെച്ചുള്ള കമ്പയർ ചെയ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഗ്രാഫൊക്കെ വരച്ചിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിലും 2 ടൈപ്പ് ഓഫ് ഗുഡ്സ് എടുത്തിട്ട്, 2 ടൈപ്പ് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗോതമ്പും നെല്ലും ആയിക്കോട്ടെ, 2 നെല്ലും ഗോതമ്പും എടുത്തിട്ട് ഒരു ഷെഡ്യൂളൊക്കെ വരച്ച്, അതായത് ഒരു ടേബിളൊക്കെ വരച്ചിട്ട് ഒരു എണ്ണത്തിൽ ഒരു കോളത്തിൽ നെല്ലെന്നും ഒരു കോളത്തിൽ ഗോതമ്പെന്നും ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ പോസിബിലിറ്റീസ് ഒരു കോളത്തിൽ എഴുതുക. പോസിബിലിറ്റീസ് മീൻസ് എ എന്ന് പറയുന്ന രീതിയിൽ, എ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണെന്ന് എടുക്കുക. ഈ എ എന്ന രീതിയിൽ നമ്മൾ ഈ പോസിബിലിറ്റി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നെല്ല് 50 യൂണിറ്റും ഗോതമ്പ് 40 യൂണിറ്റും കൃഷി ചെയ്യാം എന്നാണ് എ എന്ന് പറയുന്ന പോസിബിലിറ്റി, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആ ഒരു രീതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ എ എന്ന രീതി എടുത്തിട്ട് കൃഷി ചെയ്യാം. ഇനി ബി എന്ന് പറയുന്ന വേറൊരു പോസിബിലിറ്റി ആണെങ്കിൽ ഈ പറയുന്ന പോലെ നെല്ല് കുറവും ഗോതമ്പ് കൂടുതലും കൃഷി ചെയ്യാം, അത് ഒരു സാധ്യത. അപ്പം കുറേ സാധ്യതകളുണ്ട് അല്ലേ. അപ്പോൾ ആ സാധ്യതകളെ വിലയിരുത്തിയിട്ട് ഗോതമ്പും നെല്ലും കൃഷി ചെയ്താൽ എങ്ങനെ ആയിരിക്കും, എത്രത്തോളം ലാഭം കിട്ടും എന്നൊക്കെ നോക്കാനായിട്ട് നമ്മളൊരു ഷെഡ്യൂൾ വരച്ചിട്ട്, അതായത് ഒരു ടേബിൾ വരച്ചിട്ട് 2 പ്രോഡക്റ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുന്ന ആ ഒരു സമ്പ്രദായത്തിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയണത്. ഇനി നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ ഷോസ് ആൾട്ടർനേറ്റീവ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ്. കണ്ട, പോസിബിലിറ്റി എ എന്ന് പറയുന്ന രീതി എടുക്കണോ, ബി എന്ന് പറയുന്ന രീതി ഇരിക്കണോ, അല്ലെങ്കിൽ സി എന്ന് പറയുന്ന വേറൊരു രീതിയാണ്, ഗോതമ്പ് കൂടുതലും നെല്ല് കുറവ് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്ന വേറൊരു രീതി സി. അപ്പോൾ ആ എ എന്നോ ബി എന്നോ സി എന്നോ നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട്, അതിലേതെങ്കിലും എടുക്കാം. അപ്പോൾ ഈ പറയുന്ന ഈ പോസിബിലിറ്റീസ് ഓഫ് 2 സെറ്റ് ഓഫ് ഗുഡ്സ്, 2 ഗുഡ്സിനെ കമ്പയർ ചെയ്തിട്ട് ഈ പറയുന്ന പോസിബിലിറ്റിയൊക്കെ നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന രീതിക്കാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയണത്. വിത്ത് ദ ഗിവൺ റിസോഴ്സസ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട്, ഭൂമിയാണെങ്കിൽ ഇത്രേ ഉള്ളൂ, മെന്നാണെങ്കിൽ ഇത്രേ ഉള്ളൂ, അപ്പോൾ ഇത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഭൂമി മാത്രമല്ല ടെക്നോളജി നോക്കണം, ടെക്നോളജി ഇത്രയുണ്ട്, ഭൂമി ഇത്രയുണ്ട്, മെന്ന് ഇത്രയുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് 2 പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ വിചാരിക്കുന്നതാണ്. അപ്പം ഏതാണ് ഉൽപ്പാദിപ്പിച്ച ഏറ്റവും ബെറ്റർ, അപ്പോൾ അല്ലെങ്കിൽ ഇത് 2ഉം കൂടി ഉൽപ്പാദിപ്പിക്കണോ, എങ്ങനെയൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്നതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ എന്ന് പറയണത്. ഇനി നമുക്ക് എളുപ്പമാണ് അടുത്തത് പഠിക്കാനായിട്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്ന്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാഫ് വരച്ച് നോക്കണേണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഷെഡ്യൂളിൻ്റെ തന്നെ ഒരു ഗ്രാഫ് വരച്ച് നോക്കണേണ്. 2 പ്രോഡക്റ്റുകളെ കമ്പയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാഫ് വരച്ചിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 2 പ്രോഡക്റ്റും ആ ഗ്രാഫിൻ്റെ ഒരു സൈഡിൽ നെല്ലെന്ന് എഴുതാം, ഇപ്പുറത്തെ സൈഡിൽ ഗോതമ്പെന്ന് എഴുതാം. ഈ നെല്ലും ഗോതമ്പും ഒരു ഗ്രാഫ് വരച്ച് നോക്കിക്കൊണ്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയണത്. ഇതിൻ്റെ എക്സ്പ്ലാനേഷൻ നോക്കിയേ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് PPC ഈസ് എ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് PPS. ഉണ്ട്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ വരച്ച് വെച്ചും അതേ പ്രോഡക്റ്റുകളുടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഗ്രാഫും വരച്ച് നോക്കാം. അതിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയണം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയാം. ഇതിന് പറയുന്ന വേറൊരു പേരാണ് PPF എന്നും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ 3 പ്രധാനപ്പെട്ട സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കോണമി എന്തൊക്കെയാണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ 3 ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ വരാൻ കാരണം എന്താ? നമുക്ക് കിട്ടിയിരിക്കുന്ന വിഭവങ്ങൾ ദൗർലഭ്യമുള്ളതാണ്, ആവശ്യങ്ങൾ കൂടുതലാണ്. അതുപോലെ ആ വിഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും, ഓൾട്ടർനേറ്റീവ് യൂസസ്, പല കാര്യങ്ങളും ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്ത് ഉൽപ്പാദിപ്പിക്കും,
എങ്ങനെ ഉൽപ്പാദിപ്പിക്കും, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരണത്. അപ്പം ഇത്രേ ഉള്ളൂ ക്ലാസ്സിൽ. ഇനി വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ലാൻഡിൻ്റെ ഉടമയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഭൂമിയിൽ എനിക്ക് ഭൂമി എന്ന് പറയുന്ന ഈ സംഭവം എനിക്ക് കുറച്ചേ ഉള്ളൂ അല്ലേ, ലിമിറ്റഡാണ് റിസോഴ്സസ് അല്ലേ, എനിക്ക് വിഭവങ്ങൾ കുറവാണ്. ഭൂമിയാണ് എൻ്റെ വിഭവം, അത് കുറവാണ്. അത് മാത്രം ഉള്ള എനിക്ക് വിഭവമായിട്ട് വേണ്ടത് ഭൂമി മാത്രം പോരാ, മെൻ വേണം, അതിനകത്ത് മണിയും കൂടി വേണം, മെഷീനറി ഒക്കെ വേണം. എന്നാൽ മാത്രമേ എനിക്കത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വിഭവമാണെങ്കിൽ ലിമിറ്റഡാണ്. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ അതുകൊണ്ടൊരു എന്തെങ്കിലും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളാണ്: എന്ത് ഉൽപ്പാദിപ്പിക്കും, എങ്ങനെ ഉൽപ്പാദിപ്പിക്കും, ഈ പറയുന്ന പോലെ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. വിഭവങ്ങൾ കുറവായതുകൊണ്ടും എനിക്കതുകൊണ്ട് കുറേ ഉപയോഗങ്ങൾ, ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട് അല്ലേ. ആ ഉപയോഗം വെച്ചിട്ട്, കിട്ടിയ വിഭവം വെച്ച് പല കാര്യങ്ങൾ എനിക്ക് ചെയ്യാം. അതിൽ ഏതായിരിക്കും ബെറ്റർ എന്നൊന്നും കമ്പയർ ചെയ്ത് നോക്കാൻ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂൾ വെച്ചിട്ടോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വെച്ചിട്ടോ എനിക്ക് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ബെറ്റർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. താങ്ക് യു.